സൂമിലുള്ള എത്ര ആളുകളാണുള്ളത് ഞാൻ നോക്കാം. 351 ആള് കയറി. ഞാൻ പറയുന്നത് 351 ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിരീക്ഷിക്കാൻ ഇവിടെ വരണ്ട. അതിന് പന്തളി കണ്ടത്തിൽ പോയി ഗാലറിയിൽ ഇരുന്നാൽ മതി. നിങ്ങൾ ഇറങ്ങിക്കളിക്കാനുണ്ടെങ്കിൽ വരി. പിന്നെ അലി കുനൂസ് എന്ന് പറയുന്ന ആളിന്റെ മുഖത്തൊന്ന് പരസ്യമായി അടിച്ചാൽ ഞാൻ ഒരു അക്ഷരം ഉണ്ടല്ല. എന്താ കാരണം എന്നറിയോ? ആ പാവം സാധു മനുഷ്യൻ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ബിസിനസ് പോലെ തന്ന മനുഷ്യനാ. അയാള് ദേഷ്യം കൊണ്ടോ പ്രഷർ കൊണ്ടോ ഇനി അടിച്ചാലും ഞാൻ തിരിച്ചൊന്നും പറയില്ല. കാരണം എനിക്ക് അതിനോട് നന്ദിയുണ്ട്. കരയാൻ സ്വന്തമായി സമയമെടുക്കുന്നല്ലാതെ, ചിന്തിക്കാൻ സമയമെടുക്കുന്നല്ലാതെ, പുതപ്പിന്റെ ഉള്ളിലോ മഴയത്തോ നടന്ന് കരഞ്ഞു തീർക്കുമെന്നല്ലാതെ, മഴയത്ത് നടന്ന് കരയുമ്പോ ആരും അറിയില്ലല്ലോ ഇയാൾ കരയാണെന്ന്. അങ്ങനെ കരഞ്ഞു തീർക്കുമെന്നല്ലാതെ, അല്ലെ ഷവറിന്റെ അടിയിൽ നിന്ന് കരഞ്ഞു തീർക്കുമെന്നല്ലാതെ അലി കുനൂസിനോട് ഞാൻ പകരം ചോദിക്കൂല. മൈ ലൈഫ് ഉള്ള കാലത്തോളം ഞാൻ മൈ ലൈഫിൽ ഉണ്ടാകും. മൈ ലൈഫ് ഇല്ലാത്ത ഒരു കാലത്ത് മാത്രമേ മൈ ലൈഫിൽ ധാരാൻ ഇല്ലാതിരിക്കുള്ളൂ. ധാരാനി മരിച്ചു എന്ന് കൂട്ടിയാൽ മതി മൈ ലൈഫിൽ ഇല്ലെങ്കിൽ. അല്ലാത്ത കാലത്തോളം മൈ ലൈഫിന്റെ ടീമിനോട് കൂടെ ശക്തമായി എന്നും ഞാൻ മൈ ലൈഫിൽ ഉണ്ടാകും. വർഷങ്ങൾ എടുത്താലും എത്ര കാലം കഴിഞ്ഞാലും എന്നെ വിശ്വസിച്ച് ഇന്നലകളിൽ വരെ ഐഡിയ അടിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ അറിയാതെ ഇപ്പൊ ഏതൊക്കെ ലോകത്തിന്റെ ഭാഗത്ത് ഐഡിയ അടിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിൽ കാറും വീടും അന്തസ്സും അഭിമാനവും ഐശ്വര്യപൂർണതയും വരുന്നത് വരെ നിങ്ങളെ ഈ ലീഡർ നിങ്ങളെ കൂടെ ഉണ്ടാവും. നമ്മൾ കടന്നു വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് വിസിലടിക്കുന്ന, കൂകി വിളിക്കുന്ന, കൈയടിക്കുന്ന, നമ്മളെ കൈ ഉയർത്തി പൊക്കിയെടുത്ത് സ്റ്റേജിലേക്ക് ആനയിക്കുന്ന സമൂഹമാണ് ഇവിടെ വളർന്നു വരുന്നത്. നിങ്ങൾക്ക് ക്ഷമയുണ്ടാവണം. ഇവിടെ പ്രായം വിഷയമല്ല, മതം വിഷയമല്ല. നിങ്ങളൊരു മതേതരത്വം പഠിച്ചിട്ടുണ്ടെങ്കിൽ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മോഹിച്ചിട്ടുണ്ടെങ്കിൽ, ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും ഒന്നിച്ചു തരുന്ന ഒരു കമ്പനിയാണ് ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി എന്നതിൽ MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. അള്ളാഹുവിന്റെ ദൈവത്തിന്റെ ഉദവി പ്രകാശിച്ചുകൊണ്ട് നിങ്ങളോട് ചില കാര്യങ്ങൾ സംവദിക്കുകയാണ് എൻ്റെ ഉദ്ദേശം. എപ്പോഴും പ്രൊഡക്റ്റുകളെ കുറിച്ച് മാത്രം പ്രതീക്ഷിക്കുന്ന നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് ഞാൻ പറയുന്നത് പ്രൊഡക്റ്റുകളെ കുറിച്ചല്ല. പ്രൊഡക്റ്റുകൾ സ്വന്തമേ സംസാരിക്കുന്ന പ്രൊഡക്റ്റുകളാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് ചോദിച്ചാൽ, എനിക്ക് ഈ ഭൂമിയിൽ വന്നതിലെ ദൗത്യം എന്തെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. എനിക്ക് പ്രിയപ്പെട്ട ഉമർ ഉസ്താദ് ഈ ഒരു അവസരം തരുമ്പോൾ, ഉമർ ഉസ്താദിന്റെ മുമ്പേ 2 ടീം എന്നെ വന്ന് കാണുകയും ഇതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തതും, നമ്മുടെ ഈ ഓരോ കാറ്റലോഗ് എടുത്തിട്ട് വുമൺ കമ്പാനിയൻ അതാണ്, സൈക്ലോവ ഇന്നതാ എന്നൊക്കെ പറഞ്ഞതും ഒക്കെ ഞാനിപ്പോ ഇങ്ങനെ ഓർത്തെടുക്കുക. അന്നൊന്നും എന്റെ ഹൃദയത്തിലേക്ക് അത് കടന്നില്ല. ഒരു പക്ഷെ ആ കടന്നു വന്ന ആളുടെ വെപ്രാളം കണ്ടിട്ടും അയാളുടെ ധൃതി കണ്ടിട്ടും ആയിരിക്കാം ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. കാരണം ധൃതി, വ്യഗ്രത എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ പൈശാചികമായിരിക്കും. അയാൾക്ക് ഇന്ന ഇതിൽ കുടുക്കി പോവലേ ഉദ്ദേശമുള്ളൂ. പിന്നീട് മുഴുവൻ ഞാൻ അറിയേണ്ടി വരുന്നൊരു തോന്നൽ എന്റെ മനസ്സ് പറഞ്ഞത് കൊണ്ട് ഞാൻ അയാളെ എൻ്റെ ഒരു ഗുരുവായി, അപ്ലൈനായി സ്വീകരിക്കാനുള്ള മനസ്സില്ലാത്തത് കൊണ്ട് ഞാൻ അത് അന്ന് വേണ്ടെന്ന് വെച്ചു. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ അറിയിക്കാം, ഇപ്പോൾ എനിക്ക് സമയമില്ല. നിങ്ങൾക്കറിയില്ല, ഇത്രയും പേഷ്യന്റ് എന്നെ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ വന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മുഴുവനും ക്യാച്ച് ചെയ്യാൻ പറ്റിയൊരു മാനസികാവസ്ഥ എനിക്കിപ്പോൾ ഇല്ല. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു ഞാൻ അവരെ തിരിച്ചയച്ചു. ഞാനിപ്പോ ഓർക്കാണ്, അന്ന് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തിരുന്നെങ്കിൽ, ഏത് ലോക്കൽ ടീമിലായിരുന്നെങ്കിലും ഇന്ന് ചുരുങ്ങിയതൊരു 9 കോടി അല്ലെങ്കിൽ 15 കോടിയൊക്കെ ബിസിനസ് വോളിയം വരും. കാരണം ഞാൻ ഏകദേശം ഈ ഒരു പറയുന്നത് 6 വർഷം മുമ്പത്തെ കഥയാണ്. ഇവിടെ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഈ ബിസിനസ്സിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താം. ഇന്നലെയും സൂം ഉണ്ടായിരുന്നല്ലോ, ഇന്നലെ ഉണ്ടായിരുന്നു. നാളെ സൂം ഉണ്ടാകുമല്ലോ, നാളെ ഉണ്ടാകുമോ എന്ന് നിങ്ങൾക്ക് എന്നും ഉത്തരം ഉണ്ട്. സൂം ഉണ്ടോ, ഞാനുണ്ട് എന്നാണോ എങ്കിൽ നിങ്ങൾ വിജയിച്ചു. നിങ്ങൾ ആരെയും നോക്കണ്ട, ലീഡർ ഉണ്ടോ, അപ്ലൈൻ ഉണ്ടോ, ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് ഈ യുണീക്ക് ID 3 തന്നതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ അത് നോക്കും. ആണത്തമുള്ള, വീര്യമുള്ള, ശൂരത്വമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു പ്രാരംഭ ശൂരത്വം എന്ന് പറയും. തുടക്കത്തിൽ നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. പിന്നെ ഇവിടുന്നും കിട്ടിയ ഓരോ എനർജിയും അങ്ങനെ ലൂസായി പോകും. എങ്ങനെ, എന്തുകൊണ്ടാ? നമ്മൾ എത്ര വിലപിടിപ്പുള്ള മൊബൈൽ ആണെങ്കിലും, എത്ര വിലപിടിപ്പുള്ള ലാപ്ടോപ്പ് ആപ്പിളിന്റെ തന്നെ ആണെങ്കിലും,
ലക്ഷങ്ങൾ വിലമതിച്ചു വാങ്ങിയതാണെങ്കിലും അത് വളരെ ആക്റ്റീവ് ആയിരിക്കും ഒരു 5-6 മണിക്കൂർ, പിന്നെ അതിങ്ങനെ ഡൗൺ ആവും അല്ലേ? പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എത്ര വിലപിടിപ്പുള്ളതാണെങ്കിലും ഡൗൺ ആവും. ചില വാച്ചുകളുണ്ട്, ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളോട് പറയും ശ്രദ്ധിച്ചു പോണേ, കെയർ ചെയ്യണേ, ഭക്ഷണം കഴിക്കാനായില്ലേ എന്നൊക്കെ ചോദിക്കുന്ന വാച്ചുകൾ ഉണ്ടാകും. അത്രയും വിലപിടിപ്പുള്ള വാച്ചുകൾ ഉണ്ടാകും, നമ്മെ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന വാച്ചുകൾ. പക്ഷെ അതും കുറച്ച് കഴിഞ്ഞാൽ ഒന്നിനും പറ്റൂല ചാർജിൽ ഇട്ടിട്ടില്ലെങ്കിൽ. നിങ്ങളെ ചാർജ് ചെയ്യിപ്പിക്കുന്ന സിസ്റ്റമാണ് സൂം. അറിവാണ് പ്രധാനം. അറിവില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക, പേടി എന്നൊരു രോഗം നിങ്ങളെ പിടികൂടും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഹിന്ദിയിൽ ഒന്ന് ഉറക്കെ വായിക്കാൻ പറ്റുമോ അതെന്ന് ചോദിച്ചാൽ, വായിക്കുന്നവൻ ആര്, വായിക്കാത്തവൻ ആര്? വായിക്കുന്നവൻ അത് പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുള്ളവൻ. വായിക്കാത്തവൻ ആര്? ഹിന്ദി അറിയാം, പക്ഷെ കുറച്ചൊക്കെ അറിയാം, കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് അറിയുന്ന ആള്. ഞാൻ വായിക്കുന്നതിനിടയിൽ ഞാൻ ആ പഠിക്കാത്ത അക്ഷരം വന്നു പോകുമോ എന്ന് പേടിയുള്ളത് കൊണ്ട് അവൻ ഉറക്കെ വായിക്കൂല. എല്ലാ അക്ഷരവും അവനക്കറിയില്ല എന്ന് അവനക്കറിയാം, ഉറക്കെ വായിക്കാൻ ധൈര്യമില്ല. കാരണം ഞാൻ പഠിക്കാത്ത അക്ഷരം അതിലുണ്ടെങ്കിൽ ഞാൻ മാനം കെടൂല എന്നുള്ള പേടി. എന്തുകൊണ്ട്? അപ്പൊ അറിവില്ലായ്മയാണ് പേടിയുടെ കാരണം. പേടിയും ഭയവും ഒഴിവാക്കണം, മടിയും ഒഴിവാക്കണം. പേടി എന്ന് പറഞ്ഞാൽ ഭയം തന്നെയാണെങ്കിലും പേടി ഉണ്ടാക്കുന്ന സൃഷ്ടിപ്പിന്റെ ഘട്ടം ഞാൻ പറഞ്ഞു, നിങ്ങൾ അറിയാൻ കൊതിക്കാത്തവരാകുന്നു, പഠിക്കാൻ മനസ്സില്ലാത്തവരാകുന്നു എന്നതാണ്. ഇവിടെ ഉമർ ഉസ്താദിന്റെ ഒക്കെ അറിവ് എന്ന് പറഞ്ഞാൽ, ഉമർ ഉസ്താദ് ഡയറക്റ്റ് സെല്ലിംഗ് അറിയാം, സ്കൂൾ വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളൂ. എങ്ങനെയാണ് കിട്ടിയ അറിവ് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നും അറിയാം. ഉമർ ഉസ്താദിനെ കാണുമ്പോഴൊക്കെ ഇന്ന് പുതിയ കിട്ടിയ അറിവ് ഇതാണ്, എനിക്ക് മിഞ്ഞാന്നൊരു പുതിയ അറിവ് കിട്ടി, അത് ഇതാണ് എന്ന് പറയും. അതിൻ്റെ അടുത്ത് ഹൃദയത്തിൽ കൊത്തിവെച്ച പോലെ ഇരിക്കും. കാരണം എന്റെ നോട്ട്സിൽ അത് കുറിച്ചു കൊള്ളണമെന്നില്ല. ഉമർ ഉസ്താദിൽ നിന്ന് കിട്ടിയ ധാരാളം ടെക്നിക്കലി അറിവേ നമ്മളെടുത്തുള്ളൂ. ഞാൻ ഉറപ്പിച്ച് പറയാം, എന്റെ ഗുരുവാണ്, എന്റെ MLM ലീഡറാണ്. ഞാൻ ഇന്നലെ തന്നെ ഒരുപാട് ആളുകൾക്ക് എന്റെ പൊന്നാട അണിയിക്കുന്ന ഷാള് ഇട്ട് തരുന്ന ഫോട്ടോ കാണുമ്പോ ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഞാൻ ഉമർ ഉസ്താദ് കാരണമാണ് ഞാൻ ഇതിലേക്ക് വന്നത് എന്ന് പറയാൻ സമയം കണ്ടിട്ടുള്ളൂ. കാരണം എനിക്കൊരു നന്ദിയുള്ള മനസ്സുണ്ടെങ്കിലേ ദൈവം തുറക്കേണ്ടടുത്ത് അത് തുറന്നിടുള്ളൂ. അല്ലാതെ പുറമേന്ന് തുറന്നു വരുന്ന ആരും കരുതരുത്. നമ്മൾ അപ്ലൈൻ ലീഡറായിട്ട് എനിക്ക് ദൈവം കാണിച്ചു തന്നത് അതാണ്. ആ ദൈവത്തിന്റെ മുമ്പിൽ നന്ദിയുള്ളവനായി അപ്ലൈൻ ലീഡറോട് കടപ്പെട്ട് നിൽക്കുക. എന്നില്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് ഈ 3 വർഷമായി അരിയും പഞ്ചസാരയും കടന്നു വന്നത് ഈ മേഖലയിലൂടെയല്ലേ? ഞങ്ങൾക്ക് അതിനോടൊരു നന്ദി വേണ്ടേ? അപ്പൊ ദൈവികമായി നമ്മെ ഇതിന് തെരഞ്ഞെടുത്ത ഒരു അപ്ലൈൻ ലീഡറിലെ ഒരു മാനസികമായ ബന്ധം, അതാണ് ഇവിടുത്തെ വിജയം. ഒന്നുമില്ലെങ്കിൽ ഓടിച്ചെല്ലാൻ ഒരു മാസ്റ്റർ മൈൻഡ് എനിക്ക് അഗ്രീഡായി നിൽക്കുന്ന, വിഷമിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് ഓടിച്ചെല്ലാനുള്ള ഒരു ഇടം ഉമർ ഉസ്താദാണ്. കാരണം ഉമർ ഉസ്താദിലൂടെ എനിക്ക് ബിജു സാറിലേക്കും ബെൽനി സാറിലേക്കും അത് കോർവ ചെയ്യാം. എന്റെ ടീമിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, എന്റെ ടീമിന് വേണ്ടത് നിങ്ങൾ നടപ്പിലാക്കണം. ഇവിടെ ഒരു കട്ടിങ് അടിച്ച് വേണം, ഒരു ലീഡർഷിപ്പ് പ്രോഗ്രാം വേണം, ഒരു വർക്ക് ഷോപ്പ് വേണം, ഒരു FSS വേണം. നമ്മളിങ്ങനെ ആയാൽ പോലെ ഒരു മെഗാ ഇവന്റ് വേണം. ഒരു സംവിധാനത്തിലേക്ക് നിങ്ങൾ എന്നെ എത്തിച്ചു തരണം എന്ന് ഉമ്മർ ഉസ്താദിനോട് പറഞ്ഞാൽ, ഉമ്മർ ഉസ്താദിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം? ഉമ്മർ ഉസ്താദിന്റെ പ്രത്യേകത കരഞ്ഞ് അത് വാങ്ങിത്തരും നമുക്ക് വേണ്ടി. അതിനെ യാചിക്കാൻ അദ്ദേഹത്തിന് വല്ലാത്തൊരു പാഠമാണ്. അതിലായിട്ട് മാസ്റ്റർ ഡിഗ്രി എടുത്താണ്. ടീമിന് വേണ്ടത് എത്തിച്ചു കൊടുക്കുവാൻ എവിടെ പിടിക്കണം, ആരെ പിടിക്കണം, എവിടെ ദുശാഠ്യം കാണിക്കണം, എവിടെ ദുർവാശി കാണിക്കണം എന്ന് വ്യക്തമായി പഠിച്ച ഒരു ലീഡറാണ് ഉമർ ഉസ്താദ്. അത് നേടി തന്നിരിക്കും. അപ്പൊ ഞാൻ പറയണത്, ഉമർ ഉസ്താദ് ഒരു ദിവസം എനിക്ക് ഫോൺ വിളിച്ച് പലവട്ടം, എന്റെ ജ്യേഷ്ഠനിലൂടെയുള്ള ബന്ധമാണ്, എനിക്ക് ഉമർ ഉസ്താദിനെ കണ്ട പരിചയം പോലും ഇല്ല. പക്ഷെ എന്റെ ജ്യേഷ്ഠനെ ഹൃദയത്തിന്റെ ഉള്ളിൽ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. പ്രാസ്ഥാനിക ബന്ധുവാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബന്ധമാണോ, ഒന്നിച്ചൊപ്പം പഠിച്ച ബന്ധമാണോ എന്നൊന്നും ചോദിച്ചറിയാൻ പോലും ഞാൻ നിന്നിട്ടില്ല. ഉമർ ഉസ്താദ് എനിക്ക് വിളിക്കും, ബന്ധപ്പെടും, ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും, ഞങ്ങൾ കുറെ നേരം നീണ്ട് സംസാരിക്കും. പക്ഷെ ഈ ഒരു സംസാരത്തിനിടയിൽ ഒരു ദിവസം വന്നത് ഡയറക്ട് സെല്ലിങ്ങിലെ ഈ വുമൺ കമ്പാനിയനും ഈ ലിവഗൈനും ഒക്കെ ആയിരുന്നു. പക്ഷെ ചില സമയത്തൊക്കെ ലീഡർമാരുടെ വോയിസുകൾ എനിക്ക് കിട്ടുന്നത്, ഞാൻ ചികിത്സകനായതുകൊണ്ടും അത് റിസർച്ച് ചെയ്യുന്ന മൈൻഡുള്ള ആളായതുകൊണ്ടും ആദിവാസി വൈദ്യം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ടൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. ആരുടെ വോയിസും കേൾക്കും, ഏത് പ്രസ്ഥാനത്തിലെ ആളുകളുടെ ലീഡേഴ്സിന്റെ ക്ലാസ്സും കേൾക്കും. പക്ഷെ ഞാൻ അതിൽ നിന്നൊന്നും അവര് ക്ലാസ് കൊടുക്കുമ്പോൾ കരുതിയതാവൂല ക്യാച്ച് ചെയ്യുന്നത്. എന്റെ ഒരു മൈൻഡ് വേറൊരു തരം മൈൻഡാ.
ഞാൻ അതിൽ നിന്ന് എനിക്ക് എടുക്കേണ്ടത് കണ്ടന്റ് എടുക്കും. നമുക്കറിയില്ല കരിഞ്ജീരകം, അതേപോലെ തന്നെ മഞ്ഞള്, പിന്നെ അതേപോലെ നമ്മുടെ കുരുമുളകൊക്കെ കമ്പനി എങ്ങനെ എടുക്കണത്? ആ കുരുമുളകിൽ നിന്ന് ബയോപ്രിൻ മാത്രം വേർതിരിച്ചെടുക്കും. മഞ്ഞളിൽ നിന്ന് അതിന്റെ ആ കാതലായ ഭാഗം കുർക്കുമിൻ വേർതിരിച്ചെടുക്കും. വെള്ളുള്ളിയിൽ നിന്ന് അതിന്റെ ഗ്യാസ് ഗന്ധുന്ന ആ ഒരു അലിസിൻ വേർതിരിച്ചെടുക്കും. എന്ന പോലെ ഈ കേട്ടതിൽ നിന്ന് എന്തെടുക്കണം എന്നുള്ള ഒരു തിയറി എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഉമർ ഉസ്താദിന്റെ അടുത്ത് സംസാരിച്ചു. ഷായർ സാറുടെ ഒരു വോയിസ് ആണ് എന്നെ കൂടുതലും ആകർഷിച്ചതാണ്. ചില വോയിസുകളൊക്കെ പറയുമ്പോ ചില തിരുത്തുകൾ അല്ലെങ്കിൽ ഇതും കൂടി ചേർക്കാമായിരുന്നു. അന്നൊക്കെ ഞാൻ പറയും എനിക്ക് ഷായർ എന്താണെന്നോ മൈ ലൈഫ് എന്താണെന്നോ ഉമർ ഉസ്താദ് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ ആ വോയിസ് കിട്ടിയ ഇടമേതെന്ന് പരിശോധിക്കുകയും വോയിസിന്റെ ആ ഒരു കേന്ദ്ര ബിന്ദുവിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ മുന്നോട്ട് നീങ്ങിയപ്പോ ഉമർ ഉസ്താദ് വേറെയും പല വോയിസുകളും എനിക്ക് തരും. സത്യത്തിൽ ഉമർ ഉസ്താദിന് ഒരു പക്ഷെ ആ ഒരു വോയിസ് തന്നതിന് ശേഷം വീണ്ടും പല വോയിസ് എനിക്ക് തന്നിന്റെ പിടിക്കണമെന്ന ഉദ്ദേശം ഉണ്ടോന്നൊന്നും എനിക്ക് അറിയില്ല. ഉണ്ടാവാൻ സാധ്യതയില്ല. ഞങ്ങളുടെ ബന്ധത്തിന്റെ പേരിൽ ഒരു പക്ഷെ ഒരു വോയിസ് തന്നതാണെന്നാണ് മനസ്സിലാക്കുക. കാരണം അന്നത്തെ ഉമർ ഉസ്താദിന്റെ മൈലൈഫിലെ പരിജ്ഞാനം വെച്ച് എനിക്ക് ഉറപ്പുണ്ട് ഉമർ ഉസ്താദ് അങ്ങനത്തെ വിളവൊന്നും ഒരാളെ പിടിച്ച് കൊടുക്കാനുള്ള വിളവൊന്നും പഠിച്ചു വെച്ചിട്ടില്ല. ആ സ്നേഹബന്ധം നിലനിർത്തിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഈ വോയിസ് നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയെന്നുണ്ടെങ്കിൽ ഒന്ന് ദിവസം എനിക്ക് തരണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഓക്കെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പല പല വോയിസുകളും വരും. അപ്പൊ ഞാൻ എല്ലാത്തിൽ നിന്നും കാര്യമായി കാര്യങ്ങൾ പഠിക്കും. ഈ ഒരു കുഞ്ഞു മനസ്സ് മുതൽ തേടിക്കൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ദവാഅ എന്നുള്ള ഒരു ഹദീസിന്റെ വലിയ വ്യാപ്തി. ഒരു മരുന്ന്, ഒരു ഔഷധം ഇറക്കാതെ ഒരു രോഗവും ദൈവം ഇറക്കിയിട്ടില്ല ഭൂമിയിൽ എന്നുള്ള ആ വലിയ പ്രവാചക വചനത്തെ കൂടുതൽ പഠിക്കുന്ന ആളായിരുന്നു. അപ്പൊ മരുന്ന് ഇറക്കിയിട്ടില്ലാത്ത, രോഗം ഇറക്കിയിട്ടില്ലെങ്കിൽ ഇവിടെ രോഗമുണ്ടോ അതിന് മരുന്നുണ്ട്, എവിടെയാണ് മരുന്നുള്ളത് എന്നുള്ള പഠനമായിരുന്നു എൻ്റെ അടുത്ത്. ഡോക്ടർ ആവാൻ പഠിച്ചാൽ ഏതെങ്കിലും ഒരു ഭാഗത്തിന്റെ ഡോക്ടറായി മറ്റുള്ളതൊന്നും ശരിയല്ലെന്ന് പഠിക്കണം. ആയുർവേദത്തിൽ പഠിച്ചാൽ അലോപ്പതി ശരിയല്ലെന്ന് പഠിക്കണം. അലോപ്പതിയിൽ പഠിച്ചാൽ ആയുർവേദം ഒന്നും ശരിയല്ല, അലോപ്പതി മാത്രമേ ശരിയുള്ളൂ എന്ന് പഠിക്കണം. ഞാൻ അങ്ങനെ നിരന്തരം പഠനങ്ങളിലേക്ക് വഴുതിക്കൊണ്ടിരുന്നു. ആദിവാസി വൈദ്യം പഠിക്കുന്നതിന് മുമ്പ് പ്രൊഫറ്റിക് മെഡിസിൻ പഠിച്ചു. 2008 കാലത്ത്, 2007, 8, 9 കാലത്തൊക്കെ ഞാൻ പ്രവാചക വൈദ്യ വിദ്യാർത്ഥിയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് മെഡിക്കൽ സയൻസിലെ പഠനം കഴിഞ്ഞിട്ടും എനിക്ക് മനസ്സിന് ഒരു ക്ഷമത വന്നില്ല. കാരണം പ്രവാചക വചനപ്രകാരം ദൈവികമായ ഓരോ പ്രോഡക്റ്റുകളും, ഉലുവയെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, ഉലുവയുടെ പ്രാധാന്യം എൻ്റെ ഉമ്മത്തിങ്ങൾ, എൻ്റെ അനുയായികൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഉഹുദ് മലയോളം സ്വർണം കൊടുത്തും അവർ ഉലുവ വാങ്ങുമായിരുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഈ ഉലുവ ഇമാതിരി സാധനമാണോ? ഉലുവയെ കുറിച്ച് പഠിച്ചു, അറബി ഗ്രന്ഥങ്ങൾ വായിച്ചു പഠിച്ചു, ഗൾഫിൽ ചെന്നപ്പോ ഉലുവനെ കുറിച്ച് പഠിച്ചു. അപ്പൊ ഉലുവയെ കുറിച്ച് പഠിച്ചു വന്ന സമയത്ത് ഉലുവ അത്രയും വലിയ മാസ്മരിക മരുന്നാണെന്ന് പഠിച്ചു. പക്ഷെ നമുക്ക് കിട്ടുന്ന ഉലുവ രാസവളം ചേർത്ത് വരുന്നതായതുകൊണ്ട് പ്രവാചകന്റെ അധ്യാപനത്തിൽ പറഞ്ഞ ഉലുവയാക്കാൻ യാതൊരു മാർഗവുമില്ല. ആ ഒരു അധ്യാപനത്തിൽ പറയുന്ന ഉലുവയാക്കണം. അൽ ഹബ്ബത്തു സൗദാഉ ശിഫാഉ മിൻ കുല്ലി ദാ ഇല്ലാ മിനസ്സാം, മരണമല്ലാത്ത എല്ലാ രോഗവും കരിഞ്ജീരകം കൊണ്ട് മാറുമെന്ന് പ്രവാചക വൈദ്യം പറഞ്ഞപ്പോ ആ കരിഞ്ജീരകമല്ല നമ്മുടെ കയ്യിൽ കിട്ടുന്ന കരിഞ്ജീരകം എന്ന് പഠിക്കുമ്പോൾ മനസ്സ് പ്രയാസപ്പെടുന്നു. ഇവിടെ കിട്ടുന്ന കരിഞ്ജീരകം നിലത്തിട്ട് നോക്കിയാൽ മുളക്കുന്നില്ല. നമുക്ക് കിട്ടുന്ന മഞ്ഞൾ പൊടിയിലൊക്കെയും കുർക്കുമിൻ വേർതിരിച്ച് മാറ്റിയതിന് ശേഷം കിട്ടുന്ന ചണ്ടി പൊടിച്ചു വരുന്നതാ. നമ്മുടെ കയ്യിൽ കിട്ടുന്ന മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇങ്ങനെയാ. മായം ചേർക്കാത്ത ഒന്നും നമുക്ക് കലരാതെ കിട്ടുന്നില്ല എന്നുള്ള സങ്കടാവസ്ഥയിൽ എങ്ങനെയാണ് രോഗികളെ ഞാൻ ചികിത്സിക്കുക? പ്രയാസപ്പെട്ടു. അവസാനം മനസ്സിന് സമാധാനമായി വന്നത് ഡാബർ കമ്പനിയുടെ ചില മരുന്നുകളാണ്. ഞാൻ കൊടുത്തോടത്തോളം റിസൾട്ടുകൾ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി മരുന്നിറക്കാതെ രോഗം ഇറക്കിയിട്ടില്ല എന്ന് പ്രവാചകൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ പഠിപ്പിച്ച, ഞാൻ മനസ്സിലാക്കിയ എല്ലാ രോഗവും മാറി തുടങ്ങുന്നുണ്ട് ഞാൻ പഠിച്ച കോമ്പിനേഷനിലൂടെ പോകുമ്പോ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ഡാബറിന്റെ മരുന്ന് എഴുതും. മരുന്ന് എഴുതിയാൽ എനിക്ക് ഒരു 5 റുപ്യ കിട്ടുള്ളൂ. ഓരോ മരുന്നും വരൊക്കെ 2 റുപ്യ, 5 റുപ്യ, 7 റുപ്യൊക്കെ കിട്ടുള്ളൂ. പക്ഷെ അതേ മരുന്നുകൾ മറ്റ് കമ്പനികൾ എനിക്ക് ഒന്ന് എഴുതിയാൽ 30 റുപ്യ, 50 റുപ്യ വരെ തരുന്നതുണ്ടായിരുന്നു. ഞാൻ അവരുടെ പ്രൊഡക്റ്റ് എഴുതാറുണ്ടായിരുന്നില്ല. അത് 2008
2008 എന്റെ പ്രവാചക വൈദ്യ ദാറുഷിഫ പ്രവാചക വൈദ്യ ആയുർവേദ യുനാനി ചികിത്സാ കേന്ദ്രം എന്നൊരു സ്ഥാപനം ഞാൻ നടത്തിയിരുന്നത് 2006 സ്റ്റാർട്ട് ചെയ്ത 8-ലാണത്. എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല അന്നത്തെ പ്രായത്തിലൊന്നും ഓർക്കണം. ആ സമയത്ത് ഞാൻ അന്ന് എഴുതിയിരുന്നത് ഡാബറിന്റെ മരുന്നായിരുന്നു. എന്തുകൊണ്ട്? യുനാനി ചികിത്സകനായത് കൊണ്ടല്ല സുഹൃത്തുക്കളെ. മുമ്പിൽ വരുന്ന രോഗിയെ രക്ഷപ്പെടുത്തണം. പ്രവാചക ചികിത്സകനാണ് ഞാൻ. എന്റെ പ്രവാചകൻ പറഞ്ഞത് പ്രകാരം ഈ രോഗം മാറ്റാൻ എന്താണോ കണ്ടന്റ്, അത് ഏതിലാണോ ഉള്ളത്, ഒരു വ്യാജ വൈദ്യനായി ചികിത്സിച്ചാലും വേണ്ടില്ല, കള്ളത്തരമുള്ള ഒരു കള്ളനായാലും വേണ്ടില്ല, എന്റെ മുമ്പിൽ എന്നെ വിശ്വസിച്ച് വന്ന ഒരാളെ രക്ഷപ്പെടുത്തണം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ. ഹെൽത്ത് ഇൻസ്പെക്ടർമാര് ധാരാളം എന്റെ സ്ഥാപനത്തിൽ വരാറുണ്ട്. അവർക്കൊക്കെ എന്റെ മനോഭാവം മനസ്സിലാകുമ്പോൾ അവർ പിന്മാറും. അങ്ങനെ ഒരുപാട് കാലങ്ങൾ സമയങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറയട്ടെ, ഡാബർ കമ്പനിയുടെ മരുന്ന് കുറച്ചു കഴിഞ്ഞപ്പോ എനിക്ക് കിട്ടാതെയായി, സങ്കടപ്പെട്ടു. പിന്നീടാണ് മൈ ലൈഫിലേക്ക് വരുന്നത്. എന്തുകൊണ്ട്? ഡാബറിന്റെ ആ മരുന്നുകൾക്ക് കഴിവുണ്ടായിരുന്നു, നല്ല പ്രാധാന്യം ഉണ്ടായിരുന്നു, പ്രയോജനം ഉണ്ടായിരുന്നു, അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ മൈ ലൈഫിൽ വന്നപ്പോ അതിനേക്കാൾ റിസൾട്ടുകൾ കൂടി, കൊടുത്തോടത്തോളം റിസൾട്ടുകൾ. ഈ സമയത്താണ് ഡാബർ നാരായണയാണ് ഇപ്പോൾ നമ്മുടെ കമ്പനിയുടെ സയന്റിസ്റ്റായി പ്രവർത്തിക്കുന്നത് എന്ന് അറിയുന്നത്. ഞാൻ അതുവരെ DBA കേട്ടിട്ടില്ല. ഡാബർ നാരായണ എന്ന് പറഞ്ഞ ഡാബറിലെ സയന്റിസ്റ്റ് ആണ്. അന്ന് ഡാബറിൽ പ്രൊഡക്റ്റ് നിർമ്മിച്ചിരുന്ന സയന്റിസ്റ്റ് ആണ്. ഇന്ന് ജീവനോടെ ഇരിക്കുന്ന DB അനന്തനാരായണ സാർ ആണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഒരു കാറ്റഗറിയിലുള്ള ഒരു ബ്രാൻഡ് ആയിട്ടുള്ള, നമ്മുടെ കമ്പനി വിഭാവനം ചെയ്യുന്ന 6 ബ്രാൻഡുകളിൽ ഒന്നായിട്ടുള്ള എലമെന്റ്സ് വെൽനെസ് എന്ന പ്രൊഡക്റ്റുകളുടെ പിറകിൽ പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തമായതോടുകൂടിയാണ് ധാരാൻ ഈ കമ്പനിയെ സ്നേഹിച്ചു തുടങ്ങുന്നത്. കാരണം ആഗ്രഹിച്ച പോലെ ദൈവം നമ്മെ എത്തിക്കും, തേടിയ വള്ളി ഒരു നാൾ കാലിൽ ചുറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ സംഭവിച്ചതാണ്. പിന്നെ പല ഘടകങ്ങളും കടന്നു വന്നു. ഉമർ ഉസ്താദ് ഒരു ലിവാഗെയിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോ വന്നു. അപ്പൊ ഞാൻ ലിവാഗെയിൻ എന്താണെന്ന് പഠിച്ചു, ലിവാഗെയിനെ കുറിച്ച് മനസ്സിൽ വെച്ചു. പക്ഷെ ലിവാഗെയിൻ എന്താണെന്ന് അറിയില്ല, കണ്ടിട്ടില്ല. അവസാനമാണ് പിന്നെ നമ്മുടെ ഡോക്ടർ അഞ്ജിത മാഡത്തിന്റെ ലിവാഗെയിനെ കുറിച്ച് പഠിക്കുന്നത്. ലിവ് അഗെയിൻ എന്നതാണ് അതിന്റെ ഉദ്ദേശം എന്ന് പഠിച്ചത്. ലിവ എന്ന് പറഞ്ഞാൽ ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്ന അർത്ഥത്തിലാണ് കമ്പനി പേരിട്ടിരിക്കുന്നത്. യൂറി ഫ്ലഷ് എന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, കിഡ്നി പ്രശ്നങ്ങള്, പിന്നെ അതേപോലെ തന്നെ പിത്തസഞ്ചിയിലെ പ്രശ്നങ്ങള്, മൂത്രനാളിയിലെ പ്രശ്നങ്ങൾ ഒക്കെ യൂറിനേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള, യൂറിൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ആയതുകൊണ്ട് യൂറി ഫ്ലഷ്, കല്ലിനെ ഫ്ലഷ് ഔട്ട് ചെയ്യുന്ന യൂറിനറി സിസ്റ്റത്തിനെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന, അതിനെ ക്ലീൻ ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് അർത്ഥമുണ്ട് എന്ന് പഠിച്ചത്. വെൽ ഹാർട്ടിനെ ക്ലീൻ ചെയ്യുന്ന, വെല്ലാക്കി മാറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്ന് പഠിച്ചത്. ശ്വാസ സംബന്ധമായ റെസ്പിറേറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ശ്വാസഗതി, ആയുസിന്റെ ശ്വാസം എന്ന് പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കിയത്. ഇങ്ങനെ ഓരോ പ്രോഡക്റ്റുകൾക്കും അതിൻ്റെതായ പ്രാധാന്യം. വുമൺ കമ്പാനിയൻ എന്ന് പറഞ്ഞാൽ, വുമൺ എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ്, കമ്പാനി എന്ന് പറഞ്ഞാൽ കമ്പാനി എന്ന് പറഞ്ഞാൽ കമ്പനിയാണ്, അവളിന്റെ കമ്പനിയാന്ന് പറയും, അതിന്റെ സഹോദരിയാണെന്ന് പറയും, സ്ത്രീകളുടെ കൂട്ടുകാരി എന്ന അർത്ഥത്തിലാണ് നമ്മുടെ വുമൺ കമ്പാനിയൻ ഉള്ളതെന്ന് പഠിച്ചത്. അപ്പൊ ഈ കമ്പനിയുടെ പേര് നാമകരണത്തിലും അത്ഭുതങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി, ഇതിന്റെ പിറകിലുള്ള ഇൻഗ്രീഡിയൻസിലും അത്ഭുതങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ അതിലും വലിയ അത്ഭുതം, ഇത് ട്രിച്ചുറേഷൻ ഫോർമുലയിലാണ് നിർമ്മിക്കപ്പെടുന്നത് എന്ന് മനസ്സിലായി. ട്രിച്ചുറേഷൻ ഫോർമുല ഞാൻ നേരത്തെ പറഞ്ഞു, കുർക്കുമിൻ മാത്രം വേർതിരിച്ച് അതിന്റെ പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നു. ആ വെള്ളുള്ളിയിൽ നിന്ന് അലിസിൻ എന്ന പദാർത്ഥം മാത്രം എടുക്കുന്നു. അതേപോലെ തന്നെ കുരുമുളകിൽ നിന്ന് ബയോപ്രിൻ എന്ന പദാർത്ഥം മാത്രം എടുക്കുന്നു. ഇങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇതിന് മൂല്യം കൂടിയതും ക്വാളിറ്റി കൂടിയതും അംഗീകാരം കൂടിയതും വില കൂടിയതും എന്ന് മനസ്സിലാക്കി. അപ്പൊ എനിക്ക് വില വിഷയമേ അല്ലാതായി. ഇവിടെ കവചപ്രാശന് വില കൂടിയ സമയത്ത് പല ആളുകളും നെഗറ്റീവായി. കാരണം പലരും പറഞ്ഞു 1 കിലോന്റെ കവചപ്രാശം 250 ആക്കിക്കൂടെ എന്ന് പറഞ്ഞിരിക്കുക. നമ്മളെ മൈൻഡാ സുഹൃത്തെ വളരാതിരുന്നത്. കവചപ്രാശം ഓൾ ബോഡി, ഓരോ ഓർഗൻസിലേക്കുമുള്ളതായിരുന്നു. അതുകൊണ്ട് അൾട്ടിമേറ്റ് ഗാഡ് എല്ലാ അവയവങ്ങൾക്കുള്ളതായതുകൊണ്ട് 250 പോരാന്ന് അതിന്റെ സയന്റിസ്റ്റ് തീരുമാനിച്ചു. ആ സയന്റിസ്റ്റ് മനസ്സിലാക്കി 1 കിലോ വേണമെന്ന്. പിന്നെ നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ശരീരത്തിലേക്ക് എത്തണമെങ്കിൽ, അറിയണമെങ്കിൽ അത് വേണം. 2 ടീസ്പൂൺ വീതം 2 നേരം എന്ന് പറയുന്നത് 1/4 ടീസ്പൂൺ വീതം 4 നേരം കഴിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ഏത് ശരീരം പഠിച്ചു?
ഹ്യൂമൻ ഫിസിയോളജി പഠിച്ച് അനാട്ടമി പഠിച്ച് ഈ ഒരു സയന്റിസ്റ്റിന് PhD കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സയന്റിസ്റ്റിന് ഗോൾഡ് മെഡൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു സയന്റിസ്റ്റിന് സർവാംഗീകൃത അംഗീകാരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ സയന്റിസ്റ്റ് പറയുന്നത് കേൾക്കണ്ടേ? ഖുർആൻ തന്നെ പറഞ്ഞത് വസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അതാത് വിഷയത്തിൽ അറിവുള്ളവരോട് ചോദിക്കുക എന്നാണ്. യഥാർത്ഥത്തിൽ ഇന്ന് അറിവുള്ളവരാരാ? ഏതൊരു കാര്യത്തിലും PhD എടുത്തവര്, ഡോക്ടറേറ്റ് എടുത്തവർ തന്നെയാണ്. അവരോട് ചോദിക്കുന്നതാണ് നല്ലത്. അവര് പറയുന്നത് കേൾക്കണം. ഞാൻ അറബിയിൽ പഠിച്ചു, ഞാൻ പ്രവാചക വൈദ്യത്തിൽ പ്രൊഫറ്റിക് മെഡിസിനിൽ പഠിച്ചു. അൽ കംഅത്തു മിനൽ മന്നി വമാഉഹാ ശിഫാഉ ലിൽ ഐനി, കണ്ണ് രോഗത്തിന് ഏറ്റവും നല്ലതാണ് കൂന് എന്ന്. പക്ഷെ ഞാൻ മനസ്സിലാക്കി, കൂന് എങ്ങനെ കണ്ണിന് ചികിത്സിക്കണമെന്ന് എന്തേ പ്രവാചകൻ പറയാതിരുന്നത് എന്ന്. അൽ കംഅത്തു മിനൽ മന്നി വമാഉഹാ ശിഫാഉ ലിൽ ഐനി എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു പോയപ്പോ എന്തുകൊണ്ടാണ് ഏത് കൂനാന്ന് പറയാതിരുന്നത്? എന്തുകൊണ്ടാണ് കൂനിന്റെ വേരാണോ, തണ്ടാണോ, പൂവാണോ, ഇലയാണോ എന്ന് പറയാതിരുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ്, പൊടിച്ചാണോ ഉപയോഗിക്കേണ്ടത്, തിളപ്പിച്ചാണോ ഉപയോഗിക്കേണ്ടത് പ്രവാചകൻ പഠിപ്പിക്കാതെ പോയത് എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ എനിക്ക് ഉത്തരം കിട്ടി, കൂനിനെ പറ്റി പഠിച്ചോൻ പറയുന്നത് കേട്ടാൽ മതി എന്ന്. അങ്ങനെയാണ് ഞാൻ ഡോക്ടർ ലിൻസിയോജിനെ കുറിച്ച് പഠിക്കുന്നത്, DXN മലേഷ്യൻ കമ്പനിയെ കുറിച്ച് പഠിക്കുന്നത്. അവർ കൂന് നിർമ്മാണം നടത്തുന്നവരും കൂന് ഉൽപ്പാദിപ്പിക്കുന്നവരും 1,40,000-ഓളം കൂനുണ്ടെന്നും അതിൽ ലിങ്സി ഗാനോഡർമ എന്ന് പറയുന്ന RGGL എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും മുന്തിയ 2 കൂനാണ് ക്യാൻസർ മാറ്റുന്നതെന്നും കണ്ണ് രോഗം സുഖമാക്കുന്നതെന്നും ഞാൻ പഠിച്ചു. അങ്ങനെയാണ് പിന്നീട് ഞാൻ DXN കമ്പനിയിൽ 2008 മെമ്പർഷിപ്പ് എടുക്കുന്നത്. 2008 മുതൽ MLM ലീഡറാണ് ഞാന് DXN കമ്പനിയിൽ, മലേഷ്യൻ കമ്പനിയില്. അതിനുശേഷം കാലിങ്കില്, പിന്നെ വെസ്റ്റേജില്, എല്ലാ കമ്പനിയിലും ലീഡർഷിപ്പില് ഹെൽത്തി ക്ലാസ് എടുത്ത ആളാ ഞാൻ. പക്ഷേ അവസാനം നോനി ഒരു കമ്പനി വന്നു, അവരുടെ ബുക്ക്ലെറ്റുകളിലൊക്കെ എന്റെ ഫോട്ടോ വന്നിരുന്നു. മുൻപിലെ പേജിൽ തന്നെ അവരുടെ ഓരോ ബ്രോഷറിലും സ്റ്റാർട്ടിങ്ങിൽ എന്റെ ഫോട്ടോ ഉണ്ടാകുമായിരുന്നു. എന്തുകൊണ്ടാണ്? പഠിക്കാനുള്ള മനസ്സ് വെച്ചപ്പോ. നോനിയെ കുറിച്ച് പഠിച്ചു. ആ നോനി ഇട്ടെറിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ മൈ ലൈഫിൽ നിൽക്കുന്നത്. കാരണം നോനിയും കറ്റാർവാഴയും നെല്ലിക്കയും 10-14 തരം ബെറികളും ചേർക്കുന്ന 95 ഇവിടെ ഉണ്ടാകുമ്പോ ഇനി എന്തിനിക്കാ മറ്റൊന്ന് തേടേണ്ട ആവശ്യമെന്ന് ഞാൻ ചിന്തിച്ചു. അതേ നോനി ഇവിടെ ഉണ്ടല്ലോ, ഇനി എന്തിന് അത്? അവിടെ നോനി മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ നോനിയും കറ്റാർവാഴയും നെല്ലിക്കയും 10-14 ബെറികളും ഉണ്ടായാൽ പോലും ആ വിലയെ വരുന്നുള്ളൂ. പിന്നെ ഞാൻ എന്തിനാ ഇനി മറ്റൊന്നിലേക്ക് പോകുന്നത് എന്ന് ചിന്തിച്ചു. ഇപ്പൊ നമുക്കറിയില്ലേ, സിസിലി എന്ന ഗ്രാമത്തില്, നമ്മളെ ഇറ്റലിയിലെ സിസിലി എന്ന ഗ്രാമത്തിൽ ഉണ്ടാക്കുന്ന മോറോ റെഡ് ഓറഞ്ച് കൊണ്ടുള്ള പ്രൊഡക്റ്റ് കമ്പനി ഇറക്കി. അതുകൊണ്ട് യൂറിക് ആസിഡ് മാറ്റാം, പ്രമേഹം മാറ്റാം, പ്രഷർ മാറ്റാം, എല്ലാം മാറ്റാം. പിന്നെ ഇനി എന്തിനാ ഒരുപാട് പ്രൊഡക്റ്റുകൾ കൊടുത്തിട്ട് സമയം കളയുന്നത് എന്ന് ചിന്തിച്ചു. ഇന്നലെ രാത്രി ഏകദേശം 10 മുതൽ 11 മണി വരെ ഞാനൊരു വീട്ടിലായിരുന്നു, നമ്മൾ അസോസിയേറ്റിന്റെ. അവരോട് സംസാരിച്ചപ്പോ അവിടെ വേറൊരു ടീം വന്നിട്ട് തടി കുറക്കുന്ന പ്രൊഡക്റ്റ് കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഇന്ന്. ഞാൻ ആ ടീമിനായിട്ട് സംസാരിച്ചു, നിങ്ങൾക്ക് 1 മാസത്തിന് എത്ര രൂപ വരും തടി കുറക്കാൻ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു 15,500 രൂപയാകും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വെറും 3,000 രൂപക്ക് ഇതേ തടി കുറക്കാൻ എന്റെ കമ്പനിയിൽ പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ഏറിയ 3,900 ചേർത്താൽ മതി, ഇനി 5,000 വരെ കൊടുത്താലും കുഴപ്പമില്ല. തടി മാറ്റാം, കേടും മാറ്റാം, രോഗം മാറ്റാം. അങ്ങനത്തെ മൈ ലൈഫിനെ പറ്റി പഠിക്കുക സുഹൃത്തുക്കളെ. മൈ ലൈഫ് സാധാരണക്കാരന്റെ ജീവനാണ്. മൈ ലൈഫ് പാവങ്ങളെ രക്ഷപ്പെടുത്തുന്ന സംഘമാണ്. അവരുടെ കൂടെ നിൽക്കാൻ മനസ്സ് തരണമെങ്കിൽ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു കൊടുത്താൽ മതി. ദിവസവും രാത്രിയിൽ 3 മണിക്ക് ഉണരുമ്പോൾ ഞാൻ ആദ്യം പ്രാർത്ഥിക്കുന്നത് അതാണ്. എന്റെ മൈ ലൈഫിന്റെ ജീവനാടിയായ മൈ ലൈഫിന്റെ പ്രവർത്തകർക്ക് വേണ്ടി, ദിവസവും രാവിലെ ഊർജ്ജസ്വലരായിട്ട് സൂമിലിരിക്കുന്നവർക്ക് വേണ്ടി, സൂമിലിരുന്നു കൊണ്ട് പാവപ്പെട്ടവർക്ക് അന്നം തേടുന്നവർക്ക് വേണ്ടി, ദിവസവും ഏർലി ബേഡ്സുകളായിട്ട് രാവിലെ എഴുന്നേറ്റ് പാറുന്ന കിളികളായി മാറണം നമ്മള്. രാവിലെ എഴുന്നേറ്റ് നേരത്തെ കൂട് വിട്ടിറങ്ങിയ പക്ഷികളാണ് നേരത്തെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. കാരണം അവരുടെ കുഞ്ഞ് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒന്നും തേടേണ്ടതില്ല, വീട്ടിലേക്ക് തിരിച്ചു പോന്നാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. രാജ്യം കാണാൻ നടക്കേണ്ട ആവശ്യം നമ്മെ പോലെ അവർക്കില്ല. അവർ പാറുന്നതൊക്കെ രാജ്യത്തിലൂടെയാണ്. പാടം കാണാം, പുഴ കാണാം, അരുവികൾ കാണാം, കൃഷിക്കാരെ കാണാം, കല്യാണ മണ്ഡപങ്ങൾ കാണാം, അങ്ങാടികൾ കാണാം. അവർ പോരുന്ന റൂട്ടിൽ ഇതൊക്കെ ഉണ്ട്. അവർ നേരെ വീട്ടിലേക്ക് മടങ്ങും വൈകുന്നേരമായാൽ. അതിന് നേരത്തെ വീട്ടിൽ വിട്ടിറങ്ങണം, എന്നാലേ നേരത്തെ തിരിച്ചു വരാൻ പറ്റുള്ളൂ. പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട്, അള്ളാഹുവിനെ ഒരാൾ കാര്യങ്ങൾ ഏൽപ്പിക്കണം,
അവനെ ഏൽപ്പിക്കേണ്ട രൂപത്തിൽ ദൈവത്തിൽ സമർപ്പിക്കണം. എന്നാൽ അവന്റെ കാര്യങ്ങളൊക്കെ ദൈവം ഏറ്റെടുത്തുകൊള്ളും, അത് ദൈവം നടത്തിക്കൊള്ളും എന്നാണ്. നമ്മൾ ഇന്ന് വരെ ഞാനാണ് ഇതൊക്കെ ചെയ്തത്, എന്റെ കഴിവുകൊണ്ടാണ് കാർ കിട്ടിയത്, എന്റെ കഴിവുകൊണ്ടാണ് എനിക്ക് വരുമാനം വരുന്നത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? എന്റെ അപ്ലൈൻ ലീഡറുടെ സഹായമില്ലാതെ ഞാൻ ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ അപ്ലൈൻ ലീഡറിന് അപ്ലൈൻ ലീഡേഴ്സിന്റെ സ്നേഹവും നന്മയും കിട്ടാതെ എന്റെ അപ്ലൈൻ ലീഡർ ആയിട്ടില്ല. അവരാരൊക്കെ വിട്ടുപോയിട്ടുണ്ടോ അവരോടൊന്നും വെറുപ്പ് വേണ്ട. എന്നെ ഇതിൽ പിടിച്ചു നിർത്താൻ എന്റെ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് 1000 ആളുകളെ പിടിച്ചു നിർത്താൻ കഴിയണം. അതിന് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവണം എന്ന് നമ്മൾ മനസ്സിൽ കരുതണം. അല്ലാതെ കാര്യമില്ല. എല്ലാവരും ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്തൊരു കാര്യത്തിന്റെ പിറകിലും പ്രവാചകൻ പഠിപ്പിച്ചത് ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹിനെ വരമേൽപ്പിക്കുന്ന രൂപത്തിൽ ദൈവത്തിൽ കാര്യങ്ങൾ ഏൽപ്പിച്ചവരെയാണ് ദൈവം നോക്കുന്നത്. എങ്ങനെ പറഞ്ഞു? പക്ഷികൾക്ക് എങ്ങനെയാണോ ദൈവം ഭക്ഷണം കൊടുക്കുന്നത് അതുപോലെ ദൈവം അവരെ നോക്കും എന്നാ പ്രവാചകൻ പഠിപ്പിച്ചത്. രാവിലെയിൽ അവർ വീട് വിട്ടിറങ്ങുന്നു, വൈകുന്നേരത്തിൽ വയറ് നിറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. ദൈവമാണ് അവരെ നോക്കിയത് എന്നാ. അതുകൊണ്ട് എന്റെ ടീമിലെ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പ്രൊഡക്റ്റുകളാണ് ഇവിടെ സംസാരിക്കുന്നത്. എലമെന്റ്സ് വെൽനസ് ആണ് സംസാരിക്കുന്നത്. 2019-ലും 2021-ലും ബെസ്റ്റ് ഹെൽത്ത് കെയർ എന്ന ബ്രാൻഡ് അവാർഡ് വാങ്ങിയ പ്രൊഡക്റ്റുകളാണ് നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ളത്. 10 വർഷം കൊണ്ട് ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി ആവാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള എല്ലാ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ MD-മാരും പരിഭ്രമിച്ച് പേടിച്ച് നോക്കിക്കാണുന്ന ഒരു സംഘമാണ് നമ്മൾ എന്ന് ഓർക്കണം. ഏത് പ്ലാൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചാലും അവിടുത്തെ നോമിനേഷൻ ഫെസിലിറ്റി പറയലോടുകൂടി അവർ അസ്തമിക്കും. മാത്രമല്ല, നമുക്ക് ടാർഗറ്റുകൾ ഇല്ല എന്ന് പറയുന്നതോടുകൂടി അവർ അവസാനിക്കും. നമ്മുടെ പ്രൊഡക്റ്റുകൾ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറയുന്നതോടുകൂടി അവർ അവസാനിപ്പിക്കും. അവരുടെ പ്രോഡക്റ്റുകളുടെ ക്വാളിറ്റിയും നമ്മുടെ പ്രോഡക്റ്റുകളുടെ ക്വാളിറ്റിയും സംസാരിച്ചാൽ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ ഗവൺമെന്റ് പ്രദർശിപ്പിച്ച പ്രൊഡക്റ്റുകളാണ് നമ്മുടേത് എന്ന് പറഞ്ഞാൽ അവരുടെ വാക്കുകൾ അവസാനിപ്പിക്കും. അവരുടെ വർഷങ്ങളായി 5 വർഷമായി ഞാൻ ഇന്നലെ ആ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾ ഈ ആപ്പിൽ വർക്ക് ചെയ്യാൻ എത്ര ആയിട്ട് തുടങ്ങിയിട്ടത്? അവര് പറഞ്ഞു 1 വർഷമായി. നിങ്ങൾക്ക് ഇപ്പോൾ എന്താ വരുമാനം കിട്ടുന്നത്? അവരെ ആകെ എന്നോട് ന്യായം പറഞ്ഞത്, എനിക്ക് യാത്ര ചെയ്യാനും എനിക്ക് വസ്ത്രങ്ങൾ വാങ്ങാനും എനിക്ക് ഭക്ഷണം വാങ്ങാനൊക്കെ ഒരു ഇൻകം ഇതിലൂടെ കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞു അതെനിക്ക് അറിയേണ്ടതില്ല, അതെല്ലാവർക്കും കിട്ടിയാൽ തന്നെ എല്ലാവരും വർക്ക് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് ഏർണിങ്സ് ആയിട്ട് നിങ്ങൾക്ക് സേവിങ് ആയിട്ട് എത്രയുള്ളത്? ഒരു മാസം 2000 റുപ്യ 3000 റുപ്യ കിട്ടുന്നുണ്ട്, അതിനാണ് ഇപ്പൊ ഈ ലീഡർ വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു എനിക്കൊരു 10-60,000 റുപ്യ മിനിമം കിട്ടുന്നുണ്ട്, ഞാൻ അതിനേക്കാൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ടീം ശക്തമാണ്. മാത്രമല്ല, നിങ്ങളിൽ 15,500 റുപ്യ കൊടുത്തിട്ട് ഒരാൾ പ്രൊഡക്റ്റ് വാങ്ങിയാൽ തന്നെ രണ്ടാമത് അയാൾ വാങ്ങിയില്ലെങ്കിൽ നിങ്ങളെ മാനം പോയില്ലേ, പൈസ താങ്ങണില്ല, വലിയ റിസൾട്ട് ഒന്നും കിട്ടിയില്ല എന്ന് അവർ പറഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം 3,500 റുപ്യ 5,000 റുപ്യ വരെ ആയാൽ തന്നെ അവരുടെ രോഗം മാറുന്നതിന് പുറമെ ടെസ്റ്റ് റിസൾട്ടുകൾ സഹിതം നമ്മൾ സംസാരിക്കാൻ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ പറയാ 3 മാസം കഴിക്കണേ, 1 മാസം കൊണ്ട് റിസൾട്ട് കിട്ടുന്നതല്ല ഇത്, 2 മാസം കൊണ്ട് കിട്ടുന്നതല്ല ഇത്. 3-ാമത്തെ മാസം നിങ്ങൾ സംസാരിച്ചു തുടങ്ങും, നിങ്ങൾ വള ലൂസായി തുടങ്ങും, നിങ്ങൾ അടിവയർ കുറയും. ആളുകൾ ചോദിക്കും നിനക്ക് പ്രമേഹമുണ്ടോടോ, നിന്റെ തടി എന്താ ഇങ്ങനെ ക്ഷീണിക്കുന്നത്, ഒന്ന് ചെക്ക് ചെയ്യിപ്പിച്ചൂടെ? നമ്മൾ നോക്കാതിരിക്കരുത്, അപകടമാവട്ടോ എന്ന് വരെ സൂചിപ്പിക്കും. നമുക്കല്ലേ അറിയുള്ളൂ ഇത് മോറോ ലൈഫ് കഴിച്ചിട്ടാണ്, ഡയലി ഡിറ്റോക്സ് കഴിച്ചിട്ടാണ്, സ്പൈറലിനെ കഴിച്ചിട്ടാണെന്ന് നമുക്കല്ലേ അറിയുള്ളൂ. അറിയുന്ന ആൾക്ക് അതൊരു സന്തോഷമല്ലേ? മുഖത്ത് നോക്കി ഒരാൾ ചോദിക്കുമ്പോ നീ എന്താ ഇങ്ങനെ തടി കുറയണത്, നീ ഒന്ന് വെളുത്തിട്ടുണ്ടല്ലോ, എന്റെ മുഖത്ത് എന്ത് ക്രീമാ ഉപയോഗിക്കാറുള്ളത്, നീ ആളൊരു ചുള്ളനായിട്ടുണ്ടല്ലോ, ഞാനൊന്ന് ഈ ഒരേ പ്രായമല്ലേ, പിന്നെന്താ നിനക്ക് മാത്രം 16 തോന്നിക്കുന്നത്, ഞാനൊരു 10-35 വയസ്സായതുപോലെ തോന്നുന്നു, എല്ലാരും പറയാറുണ്ട്, എന്റെ മുഖത്തൊക്കെ ഒരുപാട് കറുത്ത പാടുകൾ വീണിട്ട് നിനക്ക് അതൊന്നും ഇല്ലല്ലോ എന്ന് പറയിപ്പിക്കലാണ് നമ്മുടെ എലമെന്റ്സ് വെൽനസിന്റെയും ഓണാനുണ്ടിന്റെയും വലിയ ദൗത്യം. അവിടെയാണ് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. പ്രിയ സുഹൃത്തുക്കളെ, എന്തിനു മടിക്കണം, എന്തിനു പ്രയാസപ്പെടണം? നിങ്ങളെ ലീഡേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? ഇന്ന് വരെ നിങ്ങളെ വീട്ടിലൊരു ഹോം മീറ്റിംഗ് വെക്കാൻ ഒരു 10,000 രൂപന്റെ പ്രൊഡക്റ്റ് എടുത്തിട്ട് ഒരു പ്രൊഡക്റ്റ് വിന്നർ ആയിക്കൊണ്ട് നിങ്ങൾ ഹോം മീറ്റിംഗ് വെക്കാൻ മനസ്സില്ലേ? എങ്ങനെ വിജയിക്കും? എന്റെ ഈ സൂമിലുള്ള എത്ര ആളുകളാണുള്ളത് ഞാൻ നോക്കാം. 351-ാമത്തെ ആളാ കയറി. ഞാൻ പറയുന്നത് 351 ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിരീക്ഷിക്കാൻ ഇവിടെ വരണ്ട, അതിന് പന്തളി കണ്ടത്തിൽ പോയി ഗാലറിയിൽ ഇരുന്നാൽ മതി. നിങ്ങൾ ഇറങ്ങിക്കളിക്കാനുണ്ടെങ്കിൽ വരി, നിങ്ങൾ കൂടെ നിൽക്കാനുണ്ടെങ്കിൽ വരി. നിങ്ങളെ കൈ പിടിക്കുന്ന ലീഡേഴ്സിന് നിങ്ങൾ ചെല്ലുന്നത് ഇഷ്ടമില്ലാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പറയട്ടെ, നിങ്ങൾ അപ്ലൈ ലീഡറെ വീട്ടിലേക്ക് നിങ്ങൾ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാൻ വേണ്ടി അല്ലെങ്കിൽ ടീമിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ചെല്ലുന്നത് ഇഷ്ടമല്ലേ?
ഞാനിപ്പോ ഉമർ ഉസ്താദിനോട് പറയാം, ഉമർ ഉസ്താദെ ഞാനൊരു 5-6 ആളായിട്ട് വരണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷെ അന്ന് താമസത്തിന്റെ കാര്യം ഇപ്പൊ എന്താ ചെയ്യാ? ഉമർ ഉസ്താദ് എന്ത് സ്നേഹത്തോടെ പറയും, നമുക്ക് നല്ലൊരു മന്തിയൊക്കെ വാങ്ങണം, നിങ്ങൾ 5-6 അല്ല 15 ആളായിട്ട് വന്നാലും കുഴപ്പമില്ല, ഭാര്യനെ വേണമെങ്കിൽ അവളെ വീട്ടിക്ക് പറഞ്ഞയച്ചോ, എന്നാലും വേണ്ടില്ല, അന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരികയെന്ന് പറയൂലേ? നിങ്ങളൊന്ന് ആലോചിക്കുക സുഹൃത്തുക്കളെ, ഇത് എന്ത് ബിസിനസ്സാ, ഇത് എന്തൊരു മധുര, ഇതെന്തൊരു രസ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പഞ്ചാര കുന്നിൽ തേൻ മഴ പെയ്തതുപോലെ എന്ന് പറയാറില്ലേ? പഞ്ചാരയുടെ ഒരു കുന്നിൽ തേനിന്റെ മഴ പെയ്താൽ എന്താണ് അവിടുത്തെ അവസ്ഥ എന്നതുപോലെയല്ലേ നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സ്. എനിക്ക് അഭിമാനത്തോടെ പറയാം, ഉമർ ഉസ്താദ്, അഭിമാനത്തോടെ പറയാം, ഉമർ ഉസ്താദ് RTCയും കഴിഞ്ഞ് MTCയിൽ നിൽക്കുന്നു. അതേ സ്ഥാനത്ത് ഉമർ ഉസ്താദിനെതിലേക്ക് കൊണ്ടുവന്ന അയ്യൂബ് സാറ് സുന്ദരമായി ബിസിനസ് ചെയ്യുന്നു. എന്ത് പ്രൊഡക്റ്റ് ട്രെയിനിങ് വേണോ, അല്ലെങ്കിൽ നമുക്ക് അഗ്രോ കെയർ ഉൽപ്പന്നങ്ങളെ പറ്റി പറയണോ, അതല്ലെങ്കിൽ മോറോ ലൈഫിനെ കുറിച്ച് പറയണോ, നിങ്ങൾക്ക് ടീം വർക്കിനെ കുറിച്ച് പറഞ്ഞു തരണോ, നിങ്ങൾക്ക് കട്ടിങ് അടിച്ചെടുത്ത് തരണോ, നിങ്ങൾക്ക് FSS എടുത്തു തരണോ, അയ്യൂബ് സാർ റെഡി. അയ്യൂബ് സാർ ഇതിലേക്ക് കൊണ്ടുവന്ന റമീസ് സാർ സ്വന്തം അളിയനാണ്. റമീസ് സാറ് MBA കഴിഞ്ഞ ആളാണ്, വിദ്യാഭ്യാസം കൊണ്ട് എല്ലാം കൊണ്ടും റെഡി. ഈ സൂം പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇരിക്കുന്നത് പോലും അദ്ദേഹം ഇതിന്റെ ബാക്കിൽ ടെക്നിക്കലായി കളിക്കുന്നത് കൊണ്ടാ. റമീസ് സാറിന്റെ അടുത്തുനിന്ന് ഈ സൂമിന്റെ ലിങ്ക് കിട്ടിയിട്ടാ നമ്മളെല്ലാവരും ഇതിലെന്നും ഇരുന്നത്. റമീസ് സാറുടെ ഇടപെടൽ കൊണ്ടാണ് ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിന്റെ ആവശ്യകതയെ കുറിച്ച് അറിഞ്ഞതും പഠിച്ചതും ലീഡേഴ്സ് അത് അംഗീകരിച്ചതും. റമീസ് സാറിന്റെ അംഗീകാരത്തോടും റമീസ് സാറിന്റെ ഇഷ്ടത്തോടും കൂടി അദ്ദേഹത്തിന് എത്ര പ്രയാസം ഉണ്ടായിട്ടുണ്ടാവും. ഇത് നമ്മൾ തുറന്നിരുന്ന് കാണണമെങ്കിൽ അയാൾ 4:30-ക്ക് എണീക്കണ്ടേ, 5 മണിക്ക് അത് ഓൺ ചെയ്ത് വെക്കണ്ടേ, എന്നാലല്ലേ ചീഫ് ഗസ്റ്റിനെ വിളിച്ചുകൊടുത്തിട്ട് കാര്യമുള്ളൂ, എന്നാലല്ലേ നമ്മളെ ഷംന മാഡത്തിന് വിളിച്ചുകൊടുത്തിട്ട് കാര്യമുള്ളൂ. എല്ലാവരെയും വിളിച്ചു നടത്തിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇവിടെ പ്ലാറ്റ്ഫോം ഓൺ ചെയ്ത് വെക്കാൻ ഒരാൾ വേണ്ടേ? നിങ്ങളൊന്ന് നോക്ക്. അതിന്റെ അപ്പുറം ഷാഹിർ സാർ 14 ലക്ഷം കടം വീട്ടി 15 ലക്ഷത്തിന്റെ കാർ എടുത്ത് വലിയൊരു ടീം. ഞാൻ ഷാഹിർ സാറോട് സംസാരിക്കുമ്പോ, ഷാഹിർ സാർ നമുക്കൊരു കട്ടിങ് നമുക്ക് ചെയ്യണം, നിങ്ങൾ പറയും, ഡേറ്റ് പറയും. ഷാഹിർ സാറിന്റെ പവർ സൈഡ് അല്ലേ ഇത്? അദ്ദേഹത്തിന് വീക്ക് സൈഡ് തന്നെ നോക്കി ഓടി എത്താത്തോടത്ത് അദ്ദേഹത്തിനോട് പറയുമ്പോ എനിക്ക് വയ്യ, എനിക്ക് പറ്റൂല, എനിക്ക് ഒരുപാട് പരിപാടി ഉള്ളതാന്ന് പറഞ്ഞില്ല. എന്നോട് പറയാറുള്ളത് എന്താ, നിങ്ങൾ വെച്ചോളൂ, ടൈം തന്നാൽ മതി, ഞാൻ നല്ല ആളെ വിട്ടു തരാം, ഞാൻ എനിക്ക് പറ്റില്ലെങ്കിൽ നല്ല ആളെ തരാം, പറ്റിയ ആളെ പറഞ്ഞയച്ചു തരാം, ബിസ് സാറെ ഞാൻ പറഞ്ഞയച്ചു തരാം, ബെല്ലി സാറ് വേണോ ബെല്ലി സാർ അയച്ചു തരാം. ബെല്ലി സാറ് വീട്ടിലെ പൂച്ചയായി മാറിയ ഷാഹിർ സാറാ പറയുന്നത്. ഏത് സമയത്ത് അടുക്കള വരെ കയറി പോകാനുള്ള ഒരു അംഗീകാരമുള്ള ആളുകളാണ് അവരൊക്കെ. ഇന്നലെ ബിജു സാറെ പറ്റിയിട്ട് ബെല്ലി സാർ പറഞ്ഞില്ലേ, ഏത് രാത്രിയും ഏത് പെണ്ണിന്റെ കൂടെയും ഇറക്കി പറഞ്ഞയക്കാൻ, ഏത് സമയത്തും പറഞ്ഞയക്കാൻ പറ്റുന്ന ആളാണ് എന്റെ ബിജു. ഞാൻ വളർത്തിണ്ടാക്കിയാണ് ബിജുനെ. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഏത് പെണ്ണിന്റെ കൂടെയും എനിക്ക് പറഞ്ഞയക്കാൻ കഴിയും എന്റെ ലീഡർമാരെ. അങ്ങനെ പരസ്പരം സ്നേഹവും ധൈര്യവും കൊടുത്ത് സ്വന്തം ആങ്ങളെ പെങ്ങളെ പോലെ ജീവിക്കാൻ കഴിയണം. എന്റെ കൂടെ ഒരു പെണ്ണിന് യാത്ര ചെയ്യാം, ധൈര്യമായി ചെയ്യാമെന്ന് അവളുടെ ഭർത്താവിന് പോലും തോന്നുന്ന അവസ്ഥ ഉണ്ടാക്കി കൊടുക്കണം, അവരുടെ കുടുംബത്തിന് തോന്നുന്ന അവസ്ഥ ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ ഇടപെടൽ കൊണ്ട്, വാക്കുകൊണ്ട്, പ്രവർത്തനം കൊണ്ട് ഒരു സ്ത്രീ പോലും വേദനിക്കരുത്, ഒരു കുടുംബം കണ്ണീര് വീഴ്ത്തരുത്. ആ കണ്ണീരുണ്ടല്ലോ നമ്മുടെ അനന്തരികളുടെ കണ്ണീരായി മാറും, നമ്മുടെ പിറകിൽ വരുന്ന പിഞ്ചുമക്കളുടെ കണ്ണീരായി മാറും. നല്ല 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 പ്രിയപ്പെട്ടവരെ, നല്ല ഒരു വ്യക്തിയായി മാറണമെങ്കിൽ ഒരുപാട് പഠിക്കണം, ഒരുപാട് ഗുരുത്വവും പൊരുത്തവും നേടണം. നല്ലോനല്ല എന്ന് പറയിപ്പിക്കാൻ ചുരുങ്ങിയ ഒരു വാക്ക് മതി. 1000 ആളുകൾ കൂടിയെടുത്ത് നിന്റെ മുഖഭാവം മാറിയാൽ മതി. അയാൾ ആള് ശരിയല്ല, ഒരു കുരുട്ടൻ സ്വഭാവം, അയാൾ ആ സ്വഭാവം കണ്ടറിയാം, അയാളെ മുഖത്തേക്ക് നോക്കി അറിയാം എന്ന് പറയില്ലേ സുഹൃത്തെ? നിങ്ങളിന്റെ മുഖത്തൊന്ന് അടിച്ചാലും തിരിച്ചിങ്ങേ മുഖം കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവില്ലേ, ഈസാ നബി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ യേശു ക്രിസ്തുവിലേക്ക് നിങ്ങൾ നോക്ക്. നിന്റെ വലത്തെ മുഖത്ത് ഒരാൾ അടിച്ചാൽ അവന് മറുമുഖം കാണിച്ചു കൊടുക്കണമെന്ന് അദ്ദേഹം പഠിപ്പിച്ചത് എല്ലാവരെയും. ആ മഹാന്റെ വാക്കുകളിലേക്ക് മടങ്ങ്. ഇവിടെ എന്റെ ഒരു ലീഡർ ഇപ്പൊ എന്നെ അലി കുനൂസ് എന്ന് പറയുന്ന ആൾ എന്റെ മുഖത്തൊന്ന് പരസ്യമായി അടിച്ചാൽ ഞാൻ ഒരു അക്ഷരം ഉണ്ടൂല. എന്താ കാരണം എന്നറിയോ? ആ പാവം സാധു മനുഷ്യൻ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ബിസിനസ് പോലും തന്ന മനുഷ്യനാ. അയാള് ദേഷ്യം കൊണ്ടോ പ്രഷർ കൊണ്ടോ ഇനി അടിച്ചാലും ഞാൻ തിരിച്ചൊന്നും പറയില്ല. കാരണം എനിക്ക് അതിനോട് നന്ദിയുണ്ട്. കരയാൻ സ്വന്തമായി സമയമെടുക്കുന്നല്ലാതെ, ചിന്തിക്കാൻ സമയമെടുക്കുന്നല്ലാതെ, പുതപ്പിന്റെ ഉള്ളിലോ മഴയത്തോ നടന്ന് കരഞ്ഞു തീർക്കുമെന്നല്ലാതെ, മഴയത്ത് നടന്ന് കരയുമ്പോ ആരും അറിയില്ലല്ലോ ഇയാൾ കരയാണെന്ന്. അങ്ങനെ കരഞ്ഞു തീർക്കുമെന്നല്ലാതെ, അല്ലെ ഷവറിന്റെ അടിയിൽ നിന്ന് കരഞ്ഞു തീർക്കുമെന്നല്ലാതെ അലി കുനൂസിനോട് ഞാൻ പകരം ചോദിക്കൂല. അലി കുനൂസിന്റെ ടീമിൽ ഞാൻ അത് അവതരിപ്പിക്കൂല. ഇന്നലെ പോലും ഞാൻ അലി കുനൂസിന്റെ ടീമിൽ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തിരൂർ പോയതിന്റെ പവർ സൈഡാ, മണ്ണാർക്കാടിലേക്ക് പോയതിന്റെ പവർ സൈഡാ. 1.5 കോടി പവറുള്ളടുത്ത് ധാരാളം ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് അവര് തന്ന സ്നേഹത്തിന് മാത്രം മാനിച്ച ഒരാളുള്ളൂ 2 ആളുള്ളൂ ഞാൻ ചോദിക്കൂല. ഇന്നലൊക്കെ ഹോം മീറ്റിങ്ങിന് പോയടുത്ത് പാവപ്പെട്ട ഒരു കുടുംബം,
ആ കുടുംബം കണ്ണീരിലാണ്, കടത്തിലാണ്, വീടില്ലാതെ പ്രയാസത്തിലാണോ? എന്നാൽ വനിതാ ടീമിൽ അറിയപ്പെട്ട ലീഡറാണത്രേ. പക്ഷെ ഒന്നും അവർക്ക് ചെയ്യാനായിട്ടില്ല ഇതുവരെ. ഞാൻ അവസാനം ഒന്ന് നന്ദി പറയൂ സുമിത്ര മാഡം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, അതൊന്നും ഞാൻ പറയില്ല. അപ്പൊ എന്താ? ധൈര്യമില്ല, എനിക്ക് പേടിയാണ്, ഞാൻ ഒരു മീറ്റിങ്ങിലും അങ്ങനെ പറയാറില്ല. ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മളല്ലേ ഉള്ളൂ, ഞങ്ങൾ വിളിച്ചു വരുത്തിയതല്ലേ, ഞങ്ങൾ വന്നതിന് നിങ്ങൾക്ക് നന്ദില്ലേ? ഉണ്ട്, എന്നാ അതൊന്ന് പറയൂ. ഞാൻ പറയില്ല, നന്ദിയുണ്ട്. അങ്ങനെ എന്നാ ഞാൻ പറഞ്ഞു, എന്നാ ഞാൻ പറഞ്ഞു തരാം, നിങ്ങളൊന്ന് ഏറ്റു പറയൂ സുമിത്ര മാഡം. ഓക്കെ, അത് ഞാൻ ഏറ്റു. എന്നാൽ ഇന്ന് എന്റെ ഈ യോഗത്തിലേക്ക്, ഈ മീറ്റിംഗിലേക്ക്, ഈ ആരോഗ്യ പരിപാലന ക്ലാസ്സിലേക്ക് എന്റെ ക്ഷണം സ്വീകരിച്ച് പറഞ്ഞു. എല്ലാവർക്കും നന്ദി. ഓക്കെ, എന്നാ ഞാൻ ഒന്നും കൂടി അത് ഏറ്റു പറയും. അപ്പൊ ഓളാണ് എണീച്ചുന്നു, എല്ലാരോടും നന്ദി സംസാരിച്ചു തുടങ്ങി. ഈ നന്ദി പറയിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ അത് ഈ മീറ്റിംഗിന്റെ മാത്രമല്ല, ഈ സൂമിന്റെ മാത്രമല്ല, ഈ ഡയറക്ട് സെല്ലിങ്ങിന്റെ മാത്രമല്ല, ഈ ലീഡേഴ്സിന്റെ കട്ട സപ്പോർട്ടാണ്. നിങ്ങൾ കാൽമുട്ട് വിറക്കരുത്. എന്റെ മുമ്പിൽ MC ചെയ്യുന്ന ഷംന മാഡം അഭിമാനമാണ്. കാരണം എങ്ങനെ ഒരു കുടുംബിനിയായിട്ട് അടുക്കളയിൽ ഒതുങ്ങി ജീവിച്ചിരുന്ന ആളുകൾ, അവരാണ് ഇപ്പൊ MC ചെയ്യുന്നത്. അവരിവിടെ നമുക്ക് GTS അവതരിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ലീഡേഴ്സിന്റെ സപ്പോർട്ടാണ്. നിന്നെ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ഷംന മാഡത്തിന്റെ ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും സമ്മതപ്രകാരം വീട്ടിൽ ചെന്നിരുന്ന് അവിടുന്ന് ചായ കഴിച്ച്, അവിടുന്ന് ചോറ് തിന്ന്, അവിടെ GTS പഠിപ്പിച്ച് അവളതിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പല പ്രാവശ്യം പല GTSൽ കയറി ആയിരങ്ങളുടെ മുമ്പിൽ മൈക്കെടുത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഈ സൂം പ്ലാറ്റ്ഫോമിന്റെ സന്തതികളാണെന്ന നിലയിൽ ഇത് സംവിധാനിച്ച ലീഡർമാർക്ക് കടപ്പെട്ടതല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് ഞാൻ കൂടുതൽ നെട്ടിപ്പരത്തി എന്റെ വാക്കുകൾ നെട്ടിപ്പരത്തി പറയുന്നില്ല. ഞാൻ അങ്ങനെ പ്രവാചക വൈദ്യത്തിൽ നിന്നും ഉൾക്കൊണ്ട ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പ്രവാചക വൈദ്യത്തിൽ നിന്ന് ഉൾക്കൊണ്ട കാര്യങ്ങളൊക്കെ, കരിഞ്ജീരകം മരണമില്ലാത്ത രോഗം മാറ്റും, മരണമില്ലാത്ത എല്ലാ രോഗവും കരിഞ്ജീരകം മാറ്റുമെന്ന് പഠിച്ചപ്പോ, ആ കരിഞ്ജീരകം മരുന്നാവുന്നില്ലല്ലോ എന്നുള്ള സങ്കടം വന്നപ്പോ ഞാൻ പഠിച്ചു, കരിഞ്ജീരകം കൃഷി ചെയ്യാൻ ചില സ്ഥലങ്ങളുണ്ട്. അവിടെ കൃഷി ചെയ്ത് അത് നിശ്ചിത സമയത്ത് പറിച്ചെടുക്കണം. അതിനൊരു ഫാർമക്കോളജിസ്റ്റ് ആവണം. അതിന് മരുന്നിനെ കുറിച്ച് പഠിച്ച ആളാവണം. ഏത് സമയത്ത് മരുന്നെടുക്കണം, ഏത് സമയത്ത് അത് എടുക്കണം എന്ന് പഠിക്കണം. കൂനിനെ പറ്റി ഞാൻ പറഞ്ഞു, കൂനിന്റെ വേരാണോ, തണ്ടാണോ, പൂവാണോ, ഇതിനെ പറ്റി പഠിക്കണം. അങ്ങനെയൊക്കെയാണ് ഓരോ കമ്പനിയിൽ ജോയിൻ ചെയ്ത് പഠിച്ചത്. അവരിൽ നിന്ന് പഠിക്കുമ്പോൾ മാത്രമാണ് ഞാൻ പഠിച്ച അറിവുകളുടെ മഹത്വം മനസ്സിലായത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു, മൈ ലൈഫുള്ള കാലത്തോളം ഞാൻ മൈ ലൈഫിൽ ഉണ്ടാകും. മൈ ലൈഫ് ഇല്ലാത്ത ഒരു കാലത്ത് മാത്രമേ മൈ ലൈഫിൽ ധാരാനി ഇല്ലാതിരിക്കുള്ളൂ. ധാരാനി മരിച്ചു എന്ന് കൂട്ടിയാൽ മതി മൈ ലൈഫിൽ ഇല്ലെങ്കിൽ. അല്ലാത്ത കാലത്തോളം മൈ ലൈഫിന്റെ ടീമിനോട് കൂടെ ശക്തമായി എന്നും ഞാൻ മൈ ലൈഫിൽ ഉണ്ടാകും. വർഷങ്ങൾ എടുത്താലും എത്ര കാലം കഴിഞ്ഞാലും എന്നെ വിശ്വസിച്ച് ഇന്നലകളിൽ വരെ ഐഡിയ അടിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ അറിയാതെ ഇപ്പൊ ഏതൊക്കെ ലോകത്തിന്റെ ഭാഗത്ത് ഐഡിയ അടിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിൽ കാറും വീടും അന്തസ്സും അഭിമാനവും ഐശ്വര്യപൂർണതയും വരുന്നത് വരെ നിങ്ങളെ ഈ ലീഡർ നിങ്ങളെ കൂടെ ഉണ്ടാവും. അത്രമാത്രമാണ് എപ്പോഴും പറയാനുള്ളത്. അതാണ്. നിങ്ങൾ എന്നെ കൂടെ നിന്നിട്ടുണ്ടോ? ഉമ്മർ ഉസ്താദിന്റെ കൈ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഉമ്മർ ഉസ്താദ് ബെൽനിസാർ വരെ നീണ്ടു നിൽക്കുന്ന ശക്തിയുണ്ട്. നിങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടതല്ലേ? മിഞ്ഞാന്ന് ലീഡേഴ്സ് മീറ്റ് നടത്തി. 1 മണി വരെ, 1:30 മണി വരെ, 2 മണി വരെ നീണ്ടു നിന്നു. ശേഷം നമ്മുടെ ബെൽനിസാറ് 3 മണിക്ക് വരുന്ന GTSൽ പ്രസന്റേഷൻ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നു. ശേഷം 5 മണിക്ക് ശേഷം പരിപാടി കഴിഞ്ഞിട്ട് വിജയന്റെ പിന്നെ ടീമിന് ലീഡേഴ്സ് മീറ്റ് നടത്താൻ പോകുന്നു. ഒരു ദിവസം കൂട്ടരെ 3 പരിപാടികൾ ഉണ്ടെങ്കിൽ ധാരാനി ഉറപ്പിച്ച് പറയാ, 2 വർഷം പിന്നിടുമ്പോ ധാരാനിക്ക് ഒരു ദിവസം 5 പരിപാടി ഉണ്ടാകും. അന്ന് ധാരാനി ആയിരിക്കില്ല പരിപാടി അവതരിപ്പിക്കുന്നത്. ധാരാനിയെ ഇഷ്ടപ്പെട്ട് സ്നേഹമായി കൂടെ നിന്ന് തണലുകളായിരിക്കും. കാരണം ധാരാനിയെ പ്രതിനിധീകരിച്ച് അവർക്ക് വരാൻ അവസരം ഒരുക്കലാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ മരങ്ങൾക്കും വലിയ പ്രാധാന്യമില്ല. മരങ്ങളിൽ അന്തസ്സാരം, നിസ്സാരം, ബഹിർസാരം 3 തരം മരങ്ങളുണ്ട്. അതിൽ അന്തസ്സാരമായിട്ടുള്ള, ഉള്ളിൽ കാതലുള്ളതും പുറമെ കാതലില്ലാത്തതുമായ മരങ്ങളെക്കാൾ പ്രധാനമാണ് സർവസാരമായിട്ടുള്ളത്. ഉള്ളിലും പുറമെയും കാതലുള്ള മരങ്ങളായി നമുക്ക് മാറാൻ കഴിയണം. അങ്ങനെ ടീമിൽ വളരണം. എല്ലാ കല്ലുകൾക്കും ഒരുപോലെ വിലയില്ല. എന്നാൽ ലോകത്ത് വജ്രത്തിന് വിലമതിക്കാത്ത മൂല്യമുണ്ട് എന്നതുപോലെ നമ്മൾ വജ്രത്തിനേക്കാൾ സമാനരായി മാറണം. ഇങ്ങനെ ടീമിൽ വളർന്നു വലുതാവാൻ നമുക്ക് കഴിയണം. നമ്മെ സ്നേഹിച്ച് എത്ര ആളുകളാ. ഇപ്പൊ ഞാൻ RTC റാങ്കിൽ നിൽക്കുന്നു. ഞാൻ പറയാണ്, കമ്പനിക്ക് 14 റാങ്കുകളിൽ 11ാമത്തെ റാങ്കിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഇനി ചെറിയ 1-2 റാങ്ക് കഴിഞ്ഞാൽ കമ്പനിയുടെ ഏറ്റവും അത്യുന്നത സോപാനങ്ങളിലെ മാനേജ്മെന്റിനോടുകൂടെ, MD-യോടുകൂടെ, പ്രവീൺ ചന്ദിനോടുകൂടെ, നിഖിൽ ചന്ദിനോടുകൂടെ പ്രവേശിക്കുന്ന ഒരു അവസ്ഥ വരും. അവിടെ ഒന്നും അല്ലല്ലോ കാര്യം.
ലോകരിലേക്ക്, പിറകിലേക്ക് നിങ്ങൾ നോക്ക്, 3 തലമുറയിലേക്ക് നോക്ക്. ആ പിഞ്ചു മക്കൾ ചിരിക്കുന്ന രാജാക്കന്മാരെ പോലെ ഭക്ഷണം കഴിക്കുന്ന, സന്തോഷത്തിന്റെ സുഹൃതങ്ങൾ വിളയുന്ന ഒരു കുടുംബത്തിന്റെ നാഥനായി നമ്മൾ മാറുന്ന സമയമെന്ന് ആലോചിച്ചു നോക്ക്. അവിടെയാണ് അഡ്മിറേഷന്റെ പ്രസക്തി. അഡ്മിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശംസയാണ്. നമ്മൾ കടന്നു വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് വിസിലടിക്കുന്ന, കൂകി വിളിക്കുന്ന, കൈ അടിക്കുന്ന, നമ്മളെ കൈ ഉയർത്തി പൊക്കിയെടുത്ത് സ്റ്റേജിലേക്ക് ആനയിക്കുന്ന സമൂഹമാണ് ഇവിടെ വളർന്നു വരുന്നത്. നിങ്ങൾക്ക് ക്ഷമയുണ്ടാവണം. ഇവിടെ പ്രായം വിഷയമല്ല, മതം വിഷയമല്ല. നിങ്ങളൊരു മതേതരത്വം പഠിച്ചിട്ടുണ്ടെങ്കിൽ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മോഹിച്ചിട്ടുണ്ടെങ്കിൽ, ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും ഒന്നിച്ചു തരുന്ന ഒരു കമ്പനിയാണ് ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി എന്നതിൽ MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. MI എന്ന് പറഞ്ഞാൽ മഹാവീർ മെറ്റൽസ് ഇന്ത്യ എന്നാണ് അർത്ഥം. മഹാവീർ മെറ്റൽസ് ഇന്ത്യ, അത് ഫുൾ ഫോം എല്ലാവരും പഠിച്ചു വെക്കണം. എന്നാൽ നമ്മുടെ മഹാവീർ മെറ്റൽസ് ഇന്ത്യയെ കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ MI യെ കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ കമ്പനിയുടെ COO സലീൽ മാത്യൂസ് സാർ ഒരു ദിവസം വിഹാൻ എന്ന പ്രോഗ്രാമിൽ പറഞ്ഞത് MI എന്ന് പറഞ്ഞാല് M എന്നാൽ മാനേജ്മെന്റ് ആണ്, I എന്നാൽ ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് എന്നാണ്. മാനേജ്മെന്റ് ഉണ്ടെങ്കിലേ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നിലനിൽക്കുള്ളൂ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിലേ മാനേജ്മെന്റ് നിലനിൽക്കുള്ളൂ. ആ സ്നേഹബന്ധത്തിലാണ് മാനേജ്മെന്റ് നമ്മെ കാണുന്നത്. നിങ്ങളൊരു TC ലീഡർ ആകുമ്പോൾ നിങ്ങൾക്ക് 3 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് കവറേജ് പാക്കേജ് അയച്ചു തരുന്നു, നിങ്ങൾക്ക് അഭിനന്ദന പത്രം അയച്ചു തരുന്നു, ഒരു സർട്ടിഫിക്കറ്റ് അയച്ചു തരുന്നു, ഇല്ലേ? നിങ്ങൾക്കൊരു ബർത്ത്ഡേ ആകുമ്പോൾ നിങ്ങളുടെ ബർത്ത്ഡേന്റെ തലേ ദിവസം നിങ്ങൾക്ക് കമ്പനിയിൽ കൊടുത്ത് ജന്മ തീയതി തെറ്റാണെങ്കിൽ, ശരിയാണെങ്കിൽ, ജനന തീയതി ശരിയാണെങ്കിൽ, ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കൊടുത്തത് ശരിയാണെങ്കിൽ, കള്ളത്തരമില്ലെങ്കിൽ, നിങ്ങളുടെ പേരിൽ കമ്പനി ജനന തീയതിയുടെ ആ ഒരു പ്രാബല്യത്തില്, ആ ഒരു പരിഗണനയില് നിങ്ങൾക്ക് ഒരു ഗ്രീറ്റിംഗ് കാർഡ് അയച്ചു തരുന്നു. നിങ്ങളുടെ ആനിവേഴ്സറിയില്, അതായത് നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് അയച്ചു കൊടുക്കാറുണ്ട് ചിലപ്പോ. എന്നാൽ നിങ്ങളുടെ ബർത്ത്ഡേക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞിട്ട് കമ്പനിയും അയച്ചു തരും. നമ്മൾ അപ്പോഴാണ് എന്റെ ജനന തീയതി മറ്റന്നാളാണെന്ന് അറിയാം. ഉമ്മർ ഉസ്താദിന് കത്ത് കിട്ടിയപ്പോഴാണ് ഉമ്മർ ഉസ്താദ് അറിയണത് ഞാൻ ജനിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ, മറ്റന്നാളാണ് എന്റെ ജനന തീയതി എന്ന് പോലും ഉമ്മർ ഉസ്താദ് അറിയണത്. 3 ദിവസം മുമ്പ് ഹാപ്പി ഗ്രീറ്റിംഗ്സ് അയച്ച് കമ്പനി കൊടുത്തത് പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് വായിക്കുമ്പോഴാണ്. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ കമ്പനി എത്രമാത്രം നമ്മളെ നോക്കി കാണുന്നു എന്ന്. കമ്പനി നമ്മളെ ആശംസിക്കുന്നതും പ്രശംസിക്കുന്നതും എത്രമാത്രമാണെന്ന്. നിങ്ങൾ ധൈര്യമായിട്ട് നിന്നോ. നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കുന്ന ടീമിലാണ് നിങ്ങളുള്ളത്, സംശയിക്കരുത്. ലക്ഷ്യം നേടിയിട്ട് അവർ നിങ്ങളെ വിട്ടുപോകൂ. എന്നാൽ ലക്ഷ്യം നേടുമ്പോൾ നമ്മുടെ കൂടെ 10,000-കണക്കിന് ആളുകൾ ലക്ഷ്യം നേടിയിട്ടുണ്ടാകുമെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സ് മരങ്ങളെ പോലെയാണ്, തണൽ തരുന്നു എന്ന് മാത്രമല്ല, അവർ സ്വന്തമായി വെയിൽ കൊണ്ടുകൊണ്ടാണ് നമുക്ക് തണൽ തരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാലത്തെ അപ്ലൈൻ ലീഡറെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുള്ളൂ. അതുവരെ നിങ്ങൾ അപ്ലൈൻ ലീഡറുടെ തണലിൽ കഴിഞ്ഞുകൂടെ ഉള്ളൂ. എന്റെ അപ്ലൈൻ ലീഡർ ആകുന്ന എന്റെ ഈ തണൽ മരം, പൂമരം എനിക്ക് സ്വന്തമായി വെയിൽ കൊണ്ടുകൊണ്ടാണ് എനിക്ക് തണൽ തരുന്നത് എന്നൊന്ന് ചിന്തിക്കണം സുഹൃത്തുക്കളെ. അപ്പോഴേ നിങ്ങൾക്ക് അപ്ലൈൻ ലീഡറെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. സൂമിൽ വാ എന്ന് പറയുമ്പോ നിനക്ക് സൗകര്യമില്ല എന്ന് പറയുന്ന മനസ്സ്, അതൊന്ന് മാറ്റിവെക്കാത്ത കാലത്തോളം നിനക്ക് ഇവിടെ വിജയിക്കാൻ കഴിയില്ല. എന്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കാൻ, അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥനയും പ്രവർത്തനയും ഒത്തുചേർന്നപ്പോ, ഞാനൊരു ആർട്ടിസ്റ്റ് ആകുന്ന രംഗം അടുത്തു വന്നു എന്ന് അറിഞ്ഞപ്പോ എന്റെ ടീമിൽ ഒരുപാട് പുതിയ പുതിയ താരമുഖങ്ങൾ വന്നു. അവർക്ക് 40,000-നും 50,000-നും പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് ദാറാൻ ഉസ്താദ് കാർ എടുക്കുന്നതിലേക്ക്, ദാറാൻ ഉസ്താദ് വിന്നർ ആകുന്നതിലേക്ക്, ദാറാൻ ഉസ്താദ് RTC ലീഡർ ആകുന്നതിലേക്ക് എനിക്ക് ഇതേ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് 10,000-നും വീണ്ടും 10,000-നും വീണ്ടും 10,000-നും വീണ്ടും 10,000-നും വീണ്ടും 10,000-നും എടുത്ത ഒരുപാട് ആളുകൾ എനിക്ക് ഓർമ്മ വരാ. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾ തളരില്ല. നിങ്ങളെ കൂടെ ഞാൻ ഉണ്ടാകും, എന്റെ കുടുംബം ഉണ്ടാകും. നിങ്ങൾക്ക് വേണ്ടി എന്നും എന്തും ചെയ്യാൻ തണലായി, നിങ്ങളുടെ നിഴലായി ഞാൻ ഉണ്ടാകും. നിങ്ങളുടെ വേദനകൾ എന്റെ വേദനയാണ്, നിങ്ങളുടെ സന്തോഷങ്ങൾ എന്റെ സന്തോഷമാണ്. ഇങ്ങനെ നിങ്ങളുടെ കൂടെ നിൽക്കാൻ എനിക്ക് കഴിയുമെന്ന് ആശംസിച്ചുകൊണ്ടു ഈ RTC റാങ്കിൽ നിങ്ങളുടെ ഒക്കെയും പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് 1 വർഷം കൊണ്ട് ഞാൻ NTC പിടിക്കുമെന്നാണ്. എന്റെ ടാർഗറ്റ് അതാണ്. എന്റെ ടീമിനോട് കൂടെ ഞാൻ പറക്കും. ഇനി ലക്ഷ്യമുണ്ട്. ഇനി ഒരിക്കലും തളരാതെ, ഇനി വിശ്രമിക്കാതെ അക്ഷീണം ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എനിക്ക് എന്റെ വാച്ച് ഇന്നലെ കയ്യിൽ നിന്ന് അതിന്റെ ആണി വീണ് നിലത്ത് വീണപ്പോ ഞാൻ വാച്ചിനോട് പറഞ്ഞു, വാച്ചെ തെറ്റണ്ട, 3 വർഷമായിട്ട് ഞാൻ എന്നോട് സംസാരിക്കാത്തത് കൊണ്ട്, 3 വർഷമായിട്ട് നിന്നെ ഞാൻ പരിഗണിക്കാത്തത് കൊണ്ടായിരിക്കാം എന്നോടൊരു പ്രയാസം. ഇനി അത് പ്രയാസമാവരുത്. വാച്ച് നോക്കാൻ എനിക്ക് പറ്റില്ല, രാത്രിയാണോ പകലാണോ നോക്കാൻ എനിക്ക് പറ്റില്ല. എന്നെ വിശ്വസിച്ച് വന്നവർ തളരാതിരിക്കാനാണ് ഓടിക്കളിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ എന്റെ വാച്ചിനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മൈ ലൈഫിനെ സ്നേഹിക്കുക.
ടീമിനോട് കൂടെ നിൽക്കുക, ലീഡേഴ്സ് പറഞ്ഞത് കേൾക്കുക, വിജയിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് മലയാളം മാർക്കറ്റിംഗ്. താങ്ക് യു ഓൾ.